2008 ആ ഒരു പുലർച്ചെ ആലപ്പുഴയിലെ കായലോരങ്ങളിൽ അത്ര സുഖമുള്ള ഒന്നായിരുന്നില്ല. തെങ്ങിൻ തൈകൾക്ക് മുകളിൽ വീണുകിടക്കുന്ന മഞ്ഞുതുള്ളികൾക്ക് പോലും പതിവില്ലാത്ത ഒരു ഭാരം തോന്നിപ്പിക്കുന്ന തരം അന്തരീക്ഷമായിരുന്നു അന്ന് അവിടെയുണ്ടായിരുന്നത്. കാറ്റ് ഒട്ടും വീശുന്നുണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, വായുവിലെവിടെയോ ഒരു വല്ലാത്ത നിശബ്ദത തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ പത്മകുമാർ തൻ്റെ ഓടിട്ട വീട്ടിൻ്റെ ഉമ്മറത്തുനിന്ന് ഇറങ്ങി തൊഴുത്തിലേക്ക് നടക്കുമ്പോൾ മണ്ണിലെ തണുപ്പ് അയാളുടെ പാദങ്ങളിലൂടെ അരിച്ചുകയറുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ആടുകൾക്ക് തീറ്റ കൊടുക്കാനായി വെറും 50 മീറ്റർ മാത്രം ദൂരമുള്ള ആ തൊഴുത്തിലേക്ക് നടക്കുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് അയാൾക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. സാധാരണ ഈ സമയത്ത് കേൾക്കാറുള്ള ആടുകളുടെ കരച്ചിലോ അനക്കമോ ഒന്നും അവിടെ കേൾക്കാനില്ലായിരുന്നു. ചാണകത്തിൻ്റെയും വൈക്കോലിൻ്റെയും മണത്തിനു പകരം വായുവിൽ തുരുമ്പിച്ച ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഉണങ്ങിയ ചോരയുടെയോ ഒക്കെ കലർന്ന ഒരു വല്ലാത്ത ഗന്ധമാണ് അപ്പോൾ അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. മുറ്റത്തെ ആ ചുവന്ന മണ്ണിലൂടെ നടന്ന് തൊഴുത്തിന് അടുത്തെത്തിയ കൃഷ്ണന്റെ ഉള്ളിൽ ഒരു തീയായിരുന്നു. തലേദിവസം രാത്രി കൃത്യമായി ഇരുമ്പ് കൊളുത്തിട്ട് പൂട്ടിയ ആ തൊഴുത്തിൻ്റെ വാതിൽ ഇപ്പോൾ പാതി തുറന്നു കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ അയാളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അകത്തേക്ക് കയറിയ അയാൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. തൻ്റെ മകൾ പേരിട്ട് വിളിച്ചിരുന്ന ലക്ഷ്മിയും പാർവതിയും കുഞ്ഞു ഗണേശനുമൊക്കെ അവിടെ ചലനമില്ലാതെ കിടക്കുകയാണ്. അവരുടെ വെളുത്ത രോമങ്ങളിൽ ഒരു തരി പോലും അഴുക്കു പറ്റിയിട്ടില്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ആ 3 ആടുകളുടെയും കഴുത്തിൽ മാത്രം ഒരേപോലെയുള്ള 2 മുറിവുകളുണ്ടായിരുന്നു. ഏതോ തുന്നൽക്കാരൻ തൻ്റെ സൂചി കൊണ്ട് തുളച്ചതുപോലെ കൃത്യമായി 1.5 സെന്റിമീറ്റർ അകലത്തിൽ 2 ചെറിയ ഓട്ടകൾ മാത്രം. ആടുകളുടെ ദേഹത്തോ അവിടെ തറയിലോ ഒരിറ്റു ചോര പോലും വീണിട്ടില്ല എന്നതായിരുന്നു ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. അവിടുത്തെ കാഴ്ചകൾ ഓരോന്നായി ശ്രദ്ധിക്കുമ്പോൾ കൃഷ്ണന്റെ തൊണ്ട വറ്റി വരളുകയായിരുന്നു. ആടുകളുടെ ശരീരം ആകെ ഒട്ടിപ്പോയിരിക്കുന്നു. ഉള്ളിലെ ചോര ആരോ പൂർണ്ണമായും വലിച്ചെടുത്തതുപോലെയാണ് അത് കാണപ്പെട്ടത്. ഒരു നനഞ്ഞ സാരി ചുരുട്ടിക്കൂട്ടിയിട്ടതുപോലെ അവരുടെ തൊലി എല്ലിനോട് ഒട്ടി ശരിക്കും ശുഷ്കിച്ചു പോയിരുന്നു. സാധാരണ ഒരു പുലിയോ കാട്ടുപന്നിയോ ഒക്കെ ആക്രമിച്ചാൽ അവിടെ വലിയ മൽപിടുത്തവും മാംസം ചിതറിക്കിടക്കുന്ന ഭാഗങ്ങളുമൊക്കെ കാണേണ്ടതാണ്. എന്നാൽ ഇവിടെ അക്രമം നടന്നതിൻ്റെ ഒരു അടയാളവും ആ മണ്ണിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഒരു തുള്ളി രക്തം പോലും കളയാതെ ഇത്രയും കൃത്യതയോടെ ഇത് ചെയ്തത് ആരായിരിക്കും എന്ന ചിന്ത അയാളെ വല്ലാതെ ഭയപ്പെടുത്തി. പുറത്ത് അപ്പോഴും അമ്പലത്തിലെ മണിയും കുയിലിൻ്റെ കരച്ചിലുമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആ നിമിഷം മുതൽ അയാളുടെ ലോകം പാടെ മാറിപ്പോയിരുന്നു. തൻ്റെ കൺമുന്നിൽ കണ്ട ഈ അവിശ്വസനീയമായ സംഭവം കേരളത്തിൻ്റെ തീരദേശ ഗ്രാമങ്ങളെ ദശകങ്ങളായി വേട്ടയാടുന്ന ഒരു വലിയ രഹസ്യത്തിൻ്റെ തുടക്കമാണെന്ന് കൃഷ്ണൻ അറിഞ്ഞിരുന്നില്ല. ഇത് വെറുമൊരു മൃഗത്തിൻ്റെ ആക്രമണമല്ല എന്ന് പതിയെ നാട്ടുകാർക്കിടയിൽ സംസാരമായി തുടങ്ങിയിരുന്നു. ചായക്കടകളിലും കവലകളിലും ആളുകൾ പേടിയോടെ ആ പേര് മന്ത്രിക്കാൻ തുടങ്ങി. രക്ത അധിക. ചോര കുടിക്കുന്ന ആ ഭീകരരൂപിയെക്കുറിച്ച് കേട്ടുകേൾവികൾ ഒരുപാടായിരുന്നുവെങ്കിലും ഇങ്ങനെ നേരിട്ട് കാണുന്നത് ഇതാദ്യമായാണ്. മിഡ്നൈറ്റ് ടെയിൽസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാടിൻ്റെ ഐതിഹ്യങ്ങളും സത്യങ്ങളും തമ്മിലുള്ള ആ നേർത്ത നൂൽപാലത്തിലൂടെയുള്ള യാത്രയാണിത്. ശാസ്ത്രത്തിനു പോലും വിശദീകരിക്കാൻ പറ്റാത്ത ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കേരളത്തിൻ്റെ മണ്ണിൽ ഇനിയും പുറത്തുവരാത്ത ഒട്ടനവധി രഹസ്യങ്ങൾ ബാക്കിയുണ്ട്. രക്തം കുടിക്കുന്ന ആ ഭീകരനെക്കുറിച്ചുള്ള ഈ കഥ കൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല തുടങ്ങുന്നത്. ഇതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇത്തരം നടുക്കുന്ന കാഴ്ചകൾ പലരും കണ്ടിട്ടുണ്ട്. ഓരോ പ്രഭാതത്തിലും എവിടെയെങ്കിലുമൊക്കെ ചോര വാർന്ന നിലയിൽ കാണപ്പെടുന്ന വളർത്തുമൃഗങ്ങൾ ഒരു നാടിനെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു. ആരും കാണാതെ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് ചോര മാത്രം കുടിച്ച് അപ്രത്യക്ഷമാകുന്ന ആ രൂപം എന്തായിരിക്കാം? മൃഗമാണോ അതോ മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും ദുർശക്തിയാണോ എന്നതിനെക്കുറിച്ച് ഇന്നും പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ മറഞ്ഞു നിൽക്കുന്ന രക്ത അധികയുടെ ആ വല്ലാത്ത ചരിത്രം
നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. കൃഷ്ണന്റെ തൊഴുത്തിൽ നിന്നു തുടങ്ങിയ ആ ഭയം ഇനി എങ്ങോട്ടാണ് പടരുന്നതെന്ന് നമുക്ക് നോക്കാം. 2008 കൃഷ്ണൻ തന്റെ ആടുകളെ ആ മിലയിൽ കണ്ടെത്തിയപ്പോഴേക്കും കേരളത്തിന്റെ തീരദേശ ഗ്രാമങ്ങളിൽ ആ ഭീതിയുടെ അടയാളങ്ങൾ ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആലപ്പുഴയും കോട്ടയവും തൃശൂരും ഉൾപ്പെടുന്ന കായലോര പ്രദേശങ്ങളിൽ തെങ്ങിൻ തോപ്പുകളും നെൽവയലുകളും അതിരിടുന്ന ആ കൊച്ചു ഗ്രാമങ്ങളിലായിരുന്നു ഈ വിചിത്രമായ കൊലപാതകങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. 90കളുടെ പകുതിയോടെ ഈ സംഭവങ്ങൾ ഒരു പതിവ് താളമായി മാറിയതോടെ വെറുമൊരു തെരുവുനായയുടെ ആക്രമണമെന്നോ അല്ലെങ്കിൽ വെറും നാട്ടുകഥകളെന്നോ പറഞ്ഞ് തള്ളിക്കളയാൻ ആർക്കും കഴിയാത്ത അവസ്ഥയായി. ഓരോ തവണയും മരണം സംഭവിക്കുന്നത് ഒരേ രീതിയിലായിരുന്നു. വീട്ടുകാർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് ശാന്തമായി ഉറങ്ങാൻ കിടന്നതുപോലെ ചത്തുകിടക്കുന്ന വളർത്തുമൃഗങ്ങളെയാണ്. അവയുടെ കഴുത്തിൽ കൃത്യമായി ഒരേ വലിപ്പത്തിലുള്ള 2 പഴുതുകൾ കാണാമായിരുന്നു. പക്ഷേ ശരീരത്തിൽ ഒരു തുള്ളി ചോര പോലും ബാക്കിയുണ്ടാവില്ല. കോഴികളുടെ തൂവലുകൾ പോലും ഒന്നുലയാതെ ആ 2 സുഷിരങ്ങൾക്ക് ചുറ്റും മാത്രമായി രോമങ്ങൾ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. ആടുകൾ കാലുകൾ മടക്കി വളരെ സമാധാനത്തോടെ കിടക്കുന്നതുപോലെ തോന്നിപ്പിക്കുമെങ്കിലും രക്തം പൂർണ്ണമായും വാർന്നുപോയതുകൊണ്ട് അവയുടെ തൊലി വിളറി വെളുത്ത് ചാരനിറമായി മാറിയിട്ടുണ്ടാകും. സാധാരണ ഒരു വന്യമൃഗമാണ് പിടിക്കുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ അവശേഷിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. മാന്തിക്കീറിയ പാടുകളോ മുള്ളുവേലിയിൽ കുടുങ്ങിയ രോമങ്ങളോ മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകളോ ഒന്നും തന്നെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരിടത്തും ചോര തെറിച്ച പാടുകളില്ല. വന്യമൃഗങ്ങളുടെ മൂത്രത്തിൻ്റെയോ മറ്റു അവശിഷ്ടങ്ങളുടെയോ ഗന്ധം പോലുമില്ലാതെ ആ പ്രദേശം മുഴുവൻ വല്ലാത്തൊരു നിശബ്ദതയിൽ ആണ്ടുപോകുമായിരുന്നു. ആ കാലഘട്ടത്തിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ പറയുന്ന ജില്ലകളിൽ മാത്രം വളർത്തുമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വന്നതായി കാണാൻ സാധിക്കും. ഔദ്യോഗിക രേഖകളിൽ അജ്ഞാത കാരണങ്ങളാൽ സംഭവിച്ച മരണം എന്ന് എഴുതിവെച്ച് ഉദ്യോഗസ്ഥർ കൈ കഴുകിയെങ്കിലും പുറത്തു പറയാൻ പേടിയുള്ള ഏതോ വലിയൊരു ഭീകരതയെ അവർ ഭയപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. ഓരോ ഗ്രാമത്തിലും കർഷകർ പരസ്പരം തങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയതോടെ ഈ വിചിത്ര ജീവിയെക്കുറിച്ചുള്ള ചർച്ചകൾ നാട് മുഴുവൻ പടർന്നുപിടിച്ചു. കൃത്യമായ ഇടവേളകളിൽ നടന്ന ഈ ആക്രമണങ്ങൾ വെറുമൊരു യാദൃച്ഛികതയല്ലെന്ന് ഓരോ കർഷകനും ഉള്ളിൻ്റെയുള്ളിൽ ഉറച്ചു വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. കോട്ടയത്തെ കുമരകത്ത് താമസിച്ചിരുന്ന മേരി വർഗീസിന്റെ അനുഭവം നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. 1999 ഒരു രാത്രിയിലാണ് അവരുടെ 12 കോഴികൾ കൊല്ലപ്പെട്ടത്. കൂടിന്റെ വാതിൽ പോലും തുറക്കാതെ ഓരോ കോഴിയെയും പുറത്തെടുത്ത് കഴുത്തിൽ മുറിവേൽപ്പിച്ച് ഒരേ നിരയിലായി അടുക്കി വെച്ചിരിക്കുകയായിരുന്നു ആ അജ്ഞാത ജീവി. അതുപോലെ തന്നെ 2003 ആലപ്പുഴയിലെ മുഹമ്മയിൽ രമേശൻ നായർ എന്ന കർഷകന്റെ ഗർഭിണിയായ ആട് ചത്തതും വലിയ വാർത്തയായി മാറി. ആടിന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞും ചത്തുപോയിരുന്നു. ആ ജീവൻ പോലും അതിജീവിക്കാത്ത വിധം അത്രയും ഭീകരമായിരുന്നു ആ ആക്രമണം. മീൻ വിൽപ്പനക്കാരും കള്ളുഷാപ്പിലെ സ്ഥിരം സന്ദർശകരും വഴി ഈ കഥകൾ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരുന്നു. ഓരോ പുതിയ കഥ കേൾക്കുമ്പോഴും നാട്ടുകാരുടെ ഉള്ളിലെ പേടി ഇരട്ടിക്കുകയായിരുന്നു. കാരണം ആർക്കും പിടികൊടുക്കാത്ത ഏതോ നിഗൂഢ ശക്തി തങ്ങളുടെ ഇടയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ പലരും പല രൂപത്തിലുള്ള ജീവികളെ കണ്ടതായി അവകാശപ്പെട്ടെങ്കിലും ഒന്നിനും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഴയ ഫയലുകൾ പരിശോധിച്ചാൽ പരിഹരിക്കപ്പെടാത്ത ഇത്തരം ഒരുപാട് കേസുകളുടെ കെട്ടുകൾ കാണാൻ കഴിയും. ഓരോ മൃഗത്തിൻ്റെയും മൃതദേഹങ്ങൾ ഫോട്ടോ എടുത്തും മുറിവുകളുടെ ആഴമളന്നും അവർ വലിയൊരു അന്വേഷണം തന്നെ നടത്തിയിരുന്നു. കൊല്ലപ്പെട്ട ജീവികളുടെ ശരീരഭാഗങ്ങൾ രാസലായനികളിൽ മുക്കി ഭദ്രമായി സൂക്ഷിച്ചുവെച്ചെങ്കിലും അവയ്ക്കൊന്നും പിന്നിലെ കാരണം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. ശാസ്ത്രത്തിനു പോലും ഉത്തരം നൽകാൻ കഴിയാത്ത വിധം ഈ രക്തം കുടിക്കൽ പ്രക്രിയ അത്രമേൽ നിഗൂഢമായിരുന്നു എന്നതാണ് സത്യം. ഓരോ ഫയലിനു മുകളിലും ഒരു ചോദ്യചിഹ്നം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ആ കേസുകൾ വർഷങ്ങളോളം കെട്ടിക്കിടന്നു.
സാധാരണ ഒരു കാട്ടുമൃഗത്തിന് ഒരിക്കലും ഇത്രയും കൃത്യതയോടെ രക്തം മാത്രം ഊറ്റിയെടുക്കാൻ കഴിയില്ലെന്ന് വിദഗ്ധർ പോലും രഹസ്യമായി സമ്മതിച്ചിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും ഈ അജ്ഞാത കൊലയാളിക്ക് നാട്ടുകാർ പല പേരുകളും നൽകി വിളിക്കാൻ തുടങ്ങി. ഓരോ പുതിയ ആക്രമണവും ആ ഭീതിയുടെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വിചിത്രമായ പ്രതിഭാസം കേവലം ഒരു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കേരളത്തിൻ്റെ വലിയൊരു ഭാഗത്തെ തന്നെ നിഴലിലാക്കി മാറ്റിയിരുന്നു. ഓരോ രാത്രിയിലും തങ്ങളുടെ കന്നുകാലികൾക്ക് എന്ത് സംഭവിക്കുമെന്നോർത്ത് കർഷകർ ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കി. രാത്രിയുടെ മറവിൽ പതുങ്ങിയിരിക്കുന്ന ആ കൊലയാളി വെറുമൊരു മൃഗമല്ലെന്നും അതിനേക്കാൾ എന്തോ ഭീകരമായ ഒന്നാണെന്നും ഗ്രാമവാസികൾ ഉറച്ചു വിശ്വസിച്ചു. എത്ര വലിയ കാവലേർപ്പെടുത്തിയാലും എത്ര ശക്തമായ കൂടുകൾ നിർമ്മിച്ചാലും അതൊന്നും ആ ജീവിയെ തടയാൻ പര്യാപ്തമായിരുന്നില്ല. ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴ്ത്താതെ, ഇരയെ ഒച്ചവെക്കാൻ പോലും അനുവദിക്കാതെ നിശബ്ദമായി കൊന്നുതള്ളുന്ന ആ രീതി എല്ലാവരെയും വല്ലാതെ കുഴപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഈ നിഗൂഢത കൂടുതൽ സങ്കീർണമാകാൻ പോവുകയായിരുന്നു. കാരണം ആ അജ്ഞാത ജീവി പതുക്കെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങിയിരുന്നു. ഇരുട്ടിൻ്റെ മറപറ്റി ഓരോ തൊഴുത്തിലും ഓരോ കോഴിക്കൂട്ടിലും മരണം പതിയിരിക്കുന്ന ആ നാളുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീതിതമായ അധ്യായങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. തൃശൂരിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ KFRIയുടെ ആ പഴയ കെട്ടിടം അനേകം വന്യജീവി രഹസ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരിടമാണ്. തേക്കും മഹാഗണിയും നിറഞ്ഞ ആ വളപ്പിലെ തണലിലിരിക്കുമ്പോൾ അവിടെയുള്ള ശാസ്ത്രജ്ഞർ ഒരിക്കലും കരുതിയിരുന്നില്ല തങ്ങളെ കുഴപ്പിക്കുന്ന വലിയൊരു കടങ്കഥ അവിടെ കാത്തിരിപ്പുണ്ടെന്ന്. 1992 ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കൂട്ടം കർഷകർ ചത്ത 3 കോഴികളുമായി അവിടെ എത്തിയപ്പോഴാണ് ഈ രക്തം കുടിയൻ ജീവിയെക്കുറിച്ചുള്ള ഔദ്യോഗികമായ അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സീനിയർ സുവോളജിസ്റ്റായ ഡോക്ടർ വിജയൻ ആ ചത്ത കോഴികളുടെ മുറിവുകൾ മണിക്കൂറുകളോളം സൂക്ഷ്മമായി പരിശോധിച്ചു. പല്ലുകൾക്കിടയിലുള്ള അകലവും മുറിവിൻ്റെ ആഴവഴവുമെല്ലാം അദ്ദേഹം തൻ്റെ പക്കലുള്ള രേഖകളുമായി ഒത്തുനോക്കിയെങ്കിലും നാട്ടിൽ കാണപ്പെടുന്ന കുറുക്കനോ മരപ്പട്ടിയോ ഒന്നും ചെയ്തതാകാൻ വഴിയില്ലെന്ന് അദ്ദേഹത്തിന് അന്നു തന്നെ മനസ്സിലായി. സാധാരണ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നത് പോലെയല്ല ഇത്, മറിച്ച് വളരെ കൃത്യതയോടെയും വൈദഗ്ധ്യത്തോടും കൂടി ആരോ ചെയ്ത ശസ്ത്രക്രിയ പോലെയാണ് ആ മുറിവുകൾ അദ്ദേഹത്തിന് തോന്നിയത്. ഒടുവിൽ ഇതൊരു തിരിച്ചറിയപ്പെടാത്ത ഏതോ വർഗത്തിൽപ്പെട്ട ജീവിയാണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ നിരീക്ഷണം വേണമെന്നും അദ്ദേഹം തൻ്റെ ആദ്യ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി. അടുത്ത 15 വർഷക്കാലം KFRIയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കേരളത്തിലെ 23ലധികം ഗ്രാമങ്ങളിൽ ഈ രക്തം കുടിയൻ്റെ പിന്നാലെ അലഞ്ഞു നടന്നു. ഓരോ തവണയും ഒരു ആക്രമണം നടന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ അവർ അവിടേക്ക് പാഞ്ഞെത്തുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരിശോധനകൾ തുടങ്ങുകയും ചെയ്യുമായിരുന്നു. രാത്രികാലങ്ങളിൽ കോഴിക്കൂടുകൾക്ക് ചുറ്റും ഇൻഫ്രാറെഡ് ക്യാമറകൾ സ്ഥാപിച്ച് അവർ ആ രഹസ്യരൂപത്തെ പിടികൂടാൻ കാത്തിരുന്നുവെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ക്യാമറകളിൽ വെറും എലികളുടെയും പൂച്ചകളുടെയും ദൃശ്യങ്ങൾ മാത്രമാണ് പതിഞ്ഞിരുന്നത്. ജീവനുള്ള കോഴികളെയും ആട്ടിൻചോരയും ഇരയായി വെച്ച് വലിയ കെണികൾ അവർ റബ്ബർ തോട്ടങ്ങളിൽ ഒരുക്കിയെങ്കിലും അവയിലൊന്നും ഈ പറയുന്ന ജീവി കുടുങ്ങിയില്ല. പലപ്പോഴും കെണികൾ അടഞ്ഞുകിടക്കുന്നത് കണ്ടു ഓടിച്ചെല്ലുന്ന ശാസ്ത്രജ്ഞർക്ക് അവിടെ നിന്നും കിട്ടിയിരുന്നത് വെറും ഉടുമ്പുകളെയും കീരികളെയും മാത്രമായിരുന്നു. ആ മുറിവുകളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് ഉമിനീരിൻ്റെ അംശം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പശ്ചിമഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു മാംസഭോജിയുടെയും സാന്നിധ്യം അവിടെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചതുമില്ല. മൃഗങ്ങളെ കൊല്ലുന്നതിനു മുൻപ് അവയെ തളർത്താൻ വല്ല വിഷവും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ അവർ പലതരം പരിശോധനകൾ നടത്തിയെങ്കിലും പത്തോളജി റിപ്പോർട്ടുകളെല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. ശരീരത്തിലെ രക്തം പൂർണ്ണമായും നഷ്ടപ്പെട്ടത് കാരണമുണ്ടായ മരണം എന്നല്ലാതെ മറ്റൊരു രോഗവിവരമോ വിഷാംശമോ ആ ജീവികളിൽ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഓരോ തിങ്കളാഴ്ചയും ഓഫീസിലെത്തുമ്പോൾ പുതിയ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ മേശപ്പുറത്തിരിക്കുന്നത് കാണുമ്പോൾ ആ ശാസ്ത്രജ്ഞർക്ക് വലിയ നിരാശയാണ് തോന്നിയിരുന്നത്.
നാട്ടിലെ കർഷകരുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കുന്ന ആ ജീവിയെ കണ്ടെത്താൻ കഴിയാത്തത് അവരുടെ സ്ഥാപനത്തിൻ്റെ വലിയൊരു പരാജയമായി അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വിവിധ ശാസ്ത്രമാസികകളിൽ അവർ ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം അവരെ വല്ലാതെ വലച്ചു. ഇന്ത്യയിൽ ഒരിടത്തും കാണപ്പെടാത്ത തരത്തിലുള്ള പല്ലുകളുടെ ഘടനയുള്ള ഏതോ ഒരു സസ്തനിയാണ് ഇതിന് പിന്നിലെന്ന് അവർക്ക് ഉറപ്പായിരുന്നുവെങ്കിലും അത് എന്താണെന്ന് പേരെടുത്തു പറയാൻ അവർക്ക് അന്ന് കഴിയില്ലായിരുന്നു. 2007 കോട്ടയത്തെ ഒരു കോഴിഫാമിൽ ഒറ്റ രാത്രി കൊണ്ട് 40ഓളം പക്ഷികൾ കൊല്ലപ്പെട്ടതോടെ KFRI സംഘം തങ്ങളുടെ അന്വേഷണം അടുത്ത തലത്തിലേക്ക് മാറ്റി. അത്യാധുനികമായ ഹീറ്റ് ഡിറ്റക്ടറുകളും ശബ്ദം പിടിച്ചെടുക്കുന്ന അൾട്രാസോണിക് റെക്കോർഡറുകളും അവർ ആ ഫാമിൽ സ്ഥാപിച്ചു. 3 മാസത്തോളം ആ രാത്രികളിലെ ഓരോ ചലനവും അവർ നിരീക്ഷിച്ചുവെങ്കിലും ഒരൊറ്റ ഉപകരണം പോലും ഒരു അനക്കവും രേഖപ്പെടുത്തിയില്ല. ഒരു ചെറിയ ശബ്ദമോ താപനിലയിലെ വ്യതിയാനമോ പോലും ആ അത്യാധുനിക യന്ത്രങ്ങളിൽ പതിയാതിരുന്നത് ശാസ്ത്രജ്ഞരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകളഞ്ഞു. അവരുടെ ഫയലുകളിൽ പരാജയപ്പെട്ട പരീക്ഷണങ്ങളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരുന്നു. ശാസ്ത്രീയമായ എല്ലാ വഴികളും അവർ നോക്കിക്കഴിഞ്ഞിരുന്നു. അന്താരാഷ്ട്ര പക്ഷേ KFRIയിലെ ശാസ്ത്രജ്ഞർക്കറിയാമായിരുന്നു തങ്ങൾ കണ്ട കാഴ്ചകൾ ഒരിക്കലും വെറും തോന്നലുകൾ അല്ലെന്ന്. അവർ നേരിട്ട് ചെന്ന് ആ ചത്തുകിടക്കുന്ന മൃഗങ്ങളെയും അവയുടെ ശരീരത്തിലെ വിചിത്രമായ ആ മുറിവുകളെയും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ വെറും നിഗമനങ്ങളുടെ പുറത്ത് മാത്രം അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയുമായിരുന്നില്ല. ആധുനിക ശാസ്ത്രത്തിന് വലിയൊരു വെല്ലുവിളിയായി ആ രക്തം കുടിയൻ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ അപ്പോഴും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരുന്നു. ഒന്നിനും കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്ത ആ സാഹചര്യം ആ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായി മാറി. തെളിവുകളുടെയും നിഗമനങ്ങളുടെയും ഇടയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന ആ അദൃശ്യരൂപം അപ്പോഴും അവരുടെ പിടിയിൽ നിന്നും അകന്നു തന്നെ നിന്നു. ഇത്രയേറെ സാങ്കേതിക വിദ്യകൾ വളർന്നിട്ടും ഒരൊറ്റ രക്തം കുടിയനെ കണ്ടെത്താൻ കഴിയാത്തത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി കാലങ്ങളോളം നിലനിന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് വെറുതെ ഇരിക്കില്ലല്ലോ. അവിടെ ഓരോ കഥകൾ മുളച്ചുപൊങ്ങാൻ തുടങ്ങും. 90കളുടെ അവസാനമായപ്പോഴേക്കും കേരളത്തിലെ പ്രാദേശിക പത്രങ്ങളിൽ രക്ത അധിക എന്ന പേര് പതിവായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യമിത് ക്രൈം വാർത്തകളുടെ മൂലയിലായിരുന്നു വന്നിരുന്നതെങ്കിൽ പതുക്കെ പതുക്കെ അതൊരു സാംസ്കാരിക ചർച്ചയായി മാറി. രക്തം കുടിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു വിറയൽ തോന്നും. കാരണം അത്രയ്ക്കും കൃത്യമായിരുന്നു ആ പ്രയോഗം. മീൻപിടുത്തം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ചായക്കടകളിൽ ഒത്തുകൂടുന്ന പുരുഷന്മാരുടെ ഇടയിൽ ഇതൊരു പ്രധാന ചർച്ചാവിഷയമായി മാറി. വെറുതെ ചായയിൽ പഞ്ചസാര ഇളക്കുന്ന ലാഘവത്തോടെയാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. പക്ഷേ ആ സംസാരത്തിന് പിന്നിൽ വലിയൊരു പേടി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇന്നലെയും അധിക വന്നല്ലേ എന്ന് ആരോ ചോദിക്കുമ്പോൾ എല്ലാവരും ഗൗരവത്തോടെ തലയാട്ടും. കാരണം ഓരോരുത്തർക്കും പറയാൻ ഓരോ പുതിയ കഥകളുണ്ടായിരുന്നു. ചേർത്തലയിലുള്ള ലക്ഷ്മി അമ്മയെപ്പോലെയുള്ള വീട്ടമ്മമാർ തങ്ങളുടെ കോഴിക്കൂടിനു ചുറ്റും മഞ്ഞളും വട്ടൽമുളകും കെട്ടിത്തൂക്കാൻ തുടങ്ങി. കണ്ണേറിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടാൻ പണ്ടുമുതലേ ചെയ്തുവരുന്ന വിദ്യകളാണെങ്കിലും ഇപ്പോൾ അതിന് പുതിയൊരു അർത്ഥം കൂടി വന്നു ചേർന്നു. എന്നാൽ ഇതിനെയൊന്നും വിശ്വസിക്കാത്ത ലക്ഷ്മി അമ്മയുടെ അയൽവാസി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം തൻ്റെ കോഴിക്കൂട് കമ്പിവലകളും ഇരുമ്പ് ബോൾട്ടുകളും ഉപയോഗിച്ച് കൂടുതൽ ബലപ്പെടുത്തി. പക്ഷേ വിശ്വാസിയായാലും യുക്തിവാദിയായാലും രാത്രിയാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ വളർത്തുമൃഗങ്ങൾ സുരക്ഷിതമായിരിക്കണേ എന്ന് മാത്രമായിരുന്നു. പ്രായമായവർക്ക് അധിക എന്നത് ശ്മശാനങ്ങളിൽ അലഞ്ഞു നടക്കുന്ന രക്തം കുടിക്കുന്ന യക്ഷിയായിരുന്നുവെങ്കിൽ കേബിൾ TV കാണുന്ന പുതുതലമുറയ്ക്ക് അതൊരു വിദേശി രൂപമായിരുന്നു. പ്യോർട്ടോറിക്കോയിലെ ആടുകളുടെ ചോര കുടിക്കുന്ന ചുപ്പക്കാബ്ര എന്ന ജീവിയുമായാണ് അവർ ഇതിനെ താരതമ്യം ചെയ്തിരുന്നത്. ഇന്റർനെറ്റിലെ ചർച്ചാവേദികളിലും മറ്റും ചത്തുപോയ കോഴികളുടെ അവ്യക്തമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പലരും ഈ വാദത്തെ ശരിവെച്ചു. ആലപ്പുഴ ജില്ലയിലെ സ്കൂൾ കുട്ടികൾക്കിടയിൽ മറ്റൊരു പേടി കൂടി പടർന്നു പിടിച്ചു. രാത്രിയിൽ റബ്ബർ തോട്ടങ്ങൾക്ക് അരികിലൂടെ നടന്നാൽ
അവിടെ അധികയുടെ വിളി കേൾക്കാം എന്നതായിരുന്നു അത്. ആ ശബ്ദം ഇതുവരെ ആരും കൃത്യമായി വിവരിച്ചിട്ടില്ലെങ്കിലും തങ്ങൾ അത് കേട്ടിട്ടുണ്ടെന്ന് ഓരോരുത്തരും ആണയിട്ടു പറഞ്ഞു. ഈ പേടി ഗ്രാമങ്ങളിലെ ജീവിത രീതിയെ തന്നെ പാടെ മാറ്റിമറിച്ചു എന്നു വേണം പറയാൻ. പണ്ട് പുറത്തെ ഷെഡുകളിൽ കിടന്നിരുന്ന ആടുകളെ രാത്രിയിൽ വീടിന്റെ ഉമ്മറത്തോ അകത്തോ കെട്ടാൻ തുടങ്ങി. അവയുടെ കരച്ചിൽ വവീടുകളിലെ രാത്രികാല ശബ്ദങ്ങളുടെ ഭാഗമായി മാറി. കോഴിക്കൂടുകൾ ബാങ്ക് ലോക്കറുകളെപ്പോലെ അതീവ സുരക്ഷയുള്ള ഇടങ്ങളായി സങ്കൽപ്പിക്കപ്പെട്ടു. അച്ഛന്മാർ തങ്ങളുടെ മക്കൾക്ക് വല നെയ്യാനും മണ്ണ് കിളയ്ക്കാനും പഠിപ്പിക്കുന്നതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുത്തു. അത് ചത്തുകിടക്കുന്ന മൃഗങ്ങളുടെ ശരീരത്തിലെ ആ 2 സുഷിരങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നതായിരുന്നു. അധിക എന്നത് വെറുമൊരു വേട്ടക്കാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ പേടിയും നിഗൂഢതയും ചേർന്നൊരു വികാരമായി മാറി. ശാസ്ത്രജ്ഞർ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ ഗ്രാമങ്ങളിലേക്ക് എത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് പരിഹാരത്തിനു വേണ്ടി കാത്തുനിൽക്കുന്ന മനുഷ്യരെയല്ല, മറിച്ച് ഈ അവസ്ഥയുമായി പൊരുത്തപ്പെട്ട ജനങ്ങളെയാണ്. തങ്ങളുടെ ഇടയിലെ ഈ നിഗൂഢ ജീവിയെ അവർ സ്വന്തം നിധി പോലെ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിച്ചു. അത് തങ്ങളുടെ മാത്രം രഹസ്യമാണെന്ന് അവർ വിശ്വസിച്ചു. ശാസ്ത്രജ്ഞർക്ക് കിട്ടിയത് മിക്കവാറും നെഗറ്റീവ് ഫലങ്ങളായിരുന്നു. അവർക്ക് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രക്ത അധിക എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. 2 കൂട്ടരും ചെയ്തത് ഒരേ കാര്യം തന്നെയാണ്. ഇരുട്ടിനെ ഒരു പേര് നൽകി വിളിക്കാൻ ശ്രമിച്ചു. അതിലൂടെ അറിയപ്പെടാത്ത ആ നിഗൂഢതയെ തങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്നാക്കി മാറ്റാൻ അവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അധിക എന്ന ആ 4 അക്ഷരം ഓരോ മലയാളിയുടെയും ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞുകഴിഞ്ഞിരുന്നു. 2016 ആ ഇടവപ്പാതി തൃശൂർ ജില്ലയിലെ പാവറട്ടി എന്ന ഗ്രാമത്തെ ശരിക്കും വട്ടം കറക്കുന്നുണ്ടായിരുന്നു. ചുവന്ന മണ്ണും വെട്ടുകല്ലും നിറഞ്ഞ ആ നാട്ടിൽ മഴ പെയ്താൽ പിന്നെ കാല് കുത്താൻ പറ്റാത്ത രീതിയിലൊക്കെയും ചലിക്കുളമായി മാറും. തെങ്ങിൻ തോട്ടങ്ങളിലെ ഓലകളിൽ വല്ലാത്തൊരു പായൽ പിടിച്ചു തുടങ്ങിയിരുന്നു. അന്തരീക്ഷം ആകെ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ആ സമയത്താണ് ജോസഫ് മാത്യു എന്ന കർഷകൻ വലിയൊരു തീരുമാനമെടുക്കുന്നത്. തെങ്ങ് ചെത്തിയും കൃഷിപ്പണിയെടുത്തും ജീവിക്കുന്ന ജോസഫിന് കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് തൻ്റെ 6 കോഴികളെയാണ് നഷ്ടപ്പെട്ടത്. എല്ലാ കോഴികളെയും കണ്ടത് ഒരേ അവസ്ഥയിലായിരുന്നു. കഴുത്തിൽ 2 ചെറിയ തുളകൾ മാത്രം. ഒരു തൂവൽ പോലും അനങ്ങാതെ വല്ലാത്തൊരു കൃത്യതയോടെ ചോര മാത്രം കുടിച്ചു തീർത്ത നിലയിലായിരുന്നു അവ. ഇതിനൊരു അറുതി വരുത്തണം എന്ന് ഉറപ്പിച്ച ജോസഫ് കോയമ്പത്തൂരിൽ നിന്ന് വരുത്തിച്ച അത്യാധുനികമായ ഒരു ഇരുമ്പ് കൂട് തൻ്റെ തോട്ടത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 23 രാത്രി പെയ്ത മഴയ്ക്ക് ഒരു പ്രത്യേക ഭീകരത ഉണ്ടായിരുന്നു എന്ന് ജോസഫ് ഇന്നും ഓർക്കുന്നുണ്ട്. തൻ്റെ ഭാഗ്യത്തിനു വേണ്ടി കാലുകളിൽ മഞ്ഞൾ തേപ്പിച്ച ഒരു ജീവനുള്ള കോഴിയെ തന്നെ ഇരയായി വെച്ച് അദ്ദേഹം ആ കെണിയൊരുക്കി. പേടികൊണ്ടല്ലെങ്കിലും എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലിൽ ജോസഫിൻ്റെ കൈകൾ അന്ന് ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാത്രി പകുതി പിന്നിട്ടപ്പോൾ ഇടിമിന്നൽ തെങ്ങിൻ തോട്ടങ്ങളെ വെളുത്ത നിറത്തിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. കറണ്ട് പോയത് പുലർച്ചെ 2 മണിക്ക് ശേഷമാണെന്ന് അദ്ദേഹം തൻ്റെ വാച്ചിൽ നോക്കി ഉറപ്പിച്ചു. നേരം വെളുക്കാറായപ്പോൾ മഴ ഒന്ന് തോർന്നു. പക്ഷേ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഹൊബ് അന്തരീക്ഷമായിരുന്നു അവിടെ ബാക്കിയുണ്ടായിരുന്നത്. ചെളിയിൽ ചവിട്ടി ജോസഫ് തൻ്റെ കൂടിന് അടുത്തേക്ക് നടന്നപ്പോൾ പതിവില്ലാത്ത ഒരു ശബ്ദം കേട്ട് അദ്ദേഹം അവിടെ തറഞ്ഞു നിന്നുപോയി. കോഴിയുടെ കരച്ചിലല്ല, മറിച്ച് എന്തോ വലിയൊരു ജീവി ഇരുമ്പഴികളിൽ തട്ടുന്ന ആ പോരാട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു അത്. മങ്ങിയ വെളിച്ചത്തിൽ ആ കൂടിനുള്ളിൽ കണ്ട കാഴ്ച ജോസഫിൻ്റെ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പിണർ പോലെയാണ് കടന്നുപോയത്. തലമുറകളായി കേരളം മുഴുവൻ പേടിയോടെ ചർച്ച ചെയ്ത ആ രക്തദാഹിയായ ജീവി ഇതാ അയാളുടെ മുന്നിൽ ഒരു കൂടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. വലിയൊരു വളർത്തുപൂച്ചയുടെ അത്രയും വലിപ്പമുണ്ടെങ്കിലും അതിൻ്റെ ശരീരത്തിൻ്റെ ആകൃതി കണ്ടാൽ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നും. മഴ നനഞ്ഞ് ഒട്ടിപ്പിടിച്ച തവിട്ടു നിറത്തിലുള്ള രോമങ്ങളും വല്ലാത്തൊരു ബലമുള്ള പിൻകാലുകളും ആ ജീവിയെ വേറൊരു ലോകത്തുനിന്നുള്ള ഒന്നായി തോന്നിപ്പിച്ചു. അതിൻ്റെ തല നോക്കിയാൽ
ഒരുതരം എലിയെപ്പോലെയോ അല്ലെങ്കിൽ കീരിയെപ്പോലെയോ തോന്നും. പക്ഷേ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ജോസഫിന്റെ ടോർച്ച് വെളിച്ചമടിച്ചപ്പോൾ ആ ജീവിയുടെ കണ്ണുകൾ മഞ്ഞ കലർന്ന പച്ച നിറത്തിൽ ജ്വലിക്കുന്നത് കണ്ടു. ചെവികൾ രണ്ടും അങ്ങോട്ടുമിങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തുനിന്നുള്ള ഓരോ ചെറിയ ശബ്ദവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൂടിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ആ ജീവി കാണിക്കുന്ന ആവേശം ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരൊറ്റ കുതിപ്പിന് കൂടിന്റെ തറയിൽ നിന്ന് മുകളിലേക്ക് അത് ചാടുന്നു. അതിന്റെ പിൻകാലുകൾക്ക് അസാമാന്യമായ കരുത്തുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. മരങ്ങളിൽ കയറാനോ അല്ലെങ്കിൽ വേഗത്തിൽ ഓടാനോ പറ്റിയ രീതിയിലുള്ള വിടർന്ന വിരലുകളാണ് അതിൻ്റെ കാലുകളിലുണ്ടായിരുന്നത്. ജോസഫ് കയ്യിലിരുന്ന ടോർച്ച് അറിയാതെ താഴെയിട്ടുപോയി. പക്ഷേ പേടിച്ചിട്ടല്ല അദ്ദേഹം അവിടെ നിന്നോടിയത്. തൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന ഈ ജീവി ഒരു കെട്ടുകഥയല്ലെന്നും ഇതൊരു മാംസവും രക്തവുമുള്ള സത്യമാണെന്നും നാട്ടുകാരെ അറിയിക്കാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം. 9 മണി ആയപ്പോഴേക്കും പാവറട്ടിയിലെ ആ പറമ്പ് ജനസമുദ്രമായി മാറി. വിവരമറിഞ്ഞ് അടുത്തുള്ള ചേർപ്പിൽ ഗവേഷണം നടത്തിയിരുന്ന ഡിജോ തോമസ് എന്ന ശാസ്ത്രജ്ഞനും അവിടെ എത്തിച്ചേർന്നു. വർഷങ്ങളോളം ഈ ജീവിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഡിജോ തോമസിന് പോലും ആ ജീവിയെ കണ്ടപ്പോൾ കുറച്ചുനേരം മിണ്ടാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റ കോഴികളുടെ കഴുത്തിലെ മുറിവുകൾ അളന്നു നോക്കിയപ്പോൾ ആ ജീവിയുടെ പല്ലുകൾ തമ്മിലുള്ള ദൂരവുമായി അത് കൃത്യമായി ഒത്തുപോകുന്നുണ്ടായിരുന്നു. ഏകദേശം 4 കിലോയോളം തൂക്കം വരുന്ന ആ ശരീരം എങ്ങനെയാണ് കോഴിക്കൂടുകളുടെ കമ്പികൾക്കിടയിലൂടെ ആരുമറിയാതെ അകത്തു കയറുന്നതെന്ന് അവിടെയുള്ളവർക്ക് അപ്പോൾ മനസ്സിലായി. ആ ജീവിയുണ്ടാക്കുന്ന ഒരുതരം ചീറ്റൽ ശബ്ദം അവിടെയുള്ളവരെയെല്ലാം വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അത് മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കാതെ എപ്പോഴും നിഴലുകൾക്ക് പിന്നാലെ കണ്ണുകൾ പായിച്ചുകൊണ്ടിരുന്നു. ശാസ്ത്രീയ പഠനത്തിനു വേണ്ടി ആ ജീവിയുടെ രോമങ്ങളും ഉമിനീരുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവർ ശേഖരിച്ചു. ക്യാമറകളുടെ ഫ്ലാഷുകൾ വെളിച്ചം ചിതറിക്കുമ്പോൾ താൻ പിടിക്കപ്പെട്ടു എന്ന സത്യം ആ ജീവി തിരിച്ചറിഞ്ഞതുപോലെ തോന്നി. നാട്ടുകാരുടെ പ്രതികരണം വളരെ വിചിത്രമായിരുന്നു. തങ്ങളുടെ ഉറക്കം കെടുത്തിയ രാത്രിയിലെ ശത്രു പിടിയിലായതിൽ അവർക്ക് ആശ്വാസമുണ്ടായിരുന്നു. എങ്കിലും ഇത്രയും കാലം ഒരു നിഗൂഢതയായി കൊണ്ടുനടന്ന സംഭവം വെറുമൊരു മൃഗം മാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും ഒരു വിഷമം തോന്നി. ജോസഫ് ഒരു രാത്രി കൊണ്ട് നാട്ടിലെ വലിയൊരു നായകനായി മാറി. എങ്കിലും ചിലർക്കെങ്കിലും അയാളോട് ചെറിയൊരു നീരസമുണ്ടായിരുന്നു. കാരണം അവർ കാലങ്ങളായി വിശ്വസിച്ചു പോന്ന ഒരു കഥയെയാണ് ജോസഫ് തൻ്റെ കൂടിനുള്ളിൽ ഇട്ടുപൂട്ടിയത്. വൈകാതെ തന്നെ ആ ജീവിയെ കൂടുതൽ പഠനത്തിനായി ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. എങ്കിലും ആ ഒഴിഞ്ഞ കൂട് ജോസഫിൻ്റെ മുറ്റത്ത് ഒരു സ്മാരകം പോലെ ബാക്കിയായി. കുട്ടികൾ പേടിയോടെയും അത്ഭുതത്തോടെയും ആ കൂടിനെ തൊട്ടുനോക്കുമായിരുന്നു. അതിനുള്ളിൽ എവിടെയോ ആ ജീവിയുടെ മണം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. രക്ത അധിക എന്നത് കേവലമൊരു ആത്മാവോ പ്രേതമോ അല്ലെന്നും അതൊരു സാധാരണ രക്തവും മാംസവുമുള്ള മൃഗമാണെന്നും പാവറട്ടിയിലെ ആ സംഭവം ലോകത്തിന് കാണിച്ചുകൊടുത്തു. പക്ഷേ ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ആളുകൾക്കുണ്ടായ പേടി പണ്ടത്തേതിനേക്കാൾ കൂടുതലായിരുന്നു എന്നതാണ് വാസ്തവം. കാരണം ഒരു പ്രേതത്തെ മന്ത്രം കൊണ്ട് ഓടിക്കാം, പക്ഷേ വിശന്നു വലഞ്ഞുവരുന്ന ഒരു മൃഗത്തിനു മുന്നിൽ നമ്മുടെ നിയമങ്ങളൊന്നും വിലപ്പോകില്ലല്ലോ. കാടിൻ്റെ ഇരുട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന ഇത്തരം ജീവികൾ ഇനിയും എത്രയോ ഉണ്ടെന്ന തിരിച്ചറിവ് ജോസഫിനെയും നാട്ടുകാരെയും കുറച്ചുകാലത്തേക്ക് വല്ലാതെ അലട്ടി. പാവറട്ടിയിലെ ആ കൂട് ഇന്നും ഒരു വലിയ കഥയുടെ സാക്ഷിയായി അവിടെയുണ്ട്. നമ്മൾ കാണാത്ത ഒരു ലോകം നമുക്ക് ചുറ്റും ഉണ്ടെന്ന് ഓരോ നിമിഷവും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പിടുത്തം ഒരു അവസാനമല്ലായിരുന്നു, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ബിജോ തോമസും സംഘവും ശേഖരിച്ച ആ രക്തസാമ്പിളുകൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മോളിക്യുലാർ ബയോളജി ലാബിലേക്ക് എത്തിച്ചു. നിഗൂഢതകൾ നിറഞ്ഞ പശ്ചിമഘട്ടത്തിലെ ജീവികളുടെ ജനിതക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന വലിയ ഫ്രീസറുകളും നിരന്തരം ശബ്ദമുണ്ടാക്കുന്ന സീക്വൻസിംഗ് മെഷീനുകളും നിറഞ്ഞ ഒരു പ്രത്യേക ലോകമായിരുന്നു ആ മുറി. 3 ദിവസത്തോളം നീണ്ടുനിന്ന കഠിനമായ DNA വേർതിരിക്കൽ പ്രക്രിയയ്ക്ക് ശേഷം 1 ആഴ്ചയോളം സമയമെടുത്താണ്
അതിൻ്റെ ജനിതക ഘടന അവർ പൂർണ്ണമായും മനസ്സിലാക്കിയെടുത്തത്. ലോകത്തുള്ള എല്ലാ സസ്തനികളുടെയും ജനിതക വിവരങ്ങളുമായി ഈ ജീവിയുടെ കോഡുകൾ ഒത്തുനോക്കാൻ പിന്നെയും 2 ആഴ്ചയോളം ഗവേഷകർക്ക് കമ്പ്യൂട്ടർ അൽഗോരിതങ്ങളുടെ സഹായം തേടേണ്ടി വന്നു. ഒടുവിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ആ ഞെട്ടിക്കുന്ന ഫലങ്ങൾ തെളിഞ്ഞുവന്നപ്പോൾ 40 വർഷത്തെ പരിചയസമ്പത്തുള്ള ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന മുതിർന്ന ശാസ്ത്രജ്ഞനെ ഡിജോ അവിടേക്ക് വിളിച്ചുവരുത്തി. സ്ക്രീനിലെ വിവരങ്ങൾ കണ്ട ആ ശാസ്ത്രജ്ഞൻ ആദ്യം പറഞ്ഞത് ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണെന്നായിരുന്നു. കാരണം ആ ജീവിയുടെ ജനിതക അടയാളങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന കങ്കാരുക്കളുടെയും വാലാബികളുടെയും വർഗത്തിലേക്കായിരുന്നു. വെറുമൊരു സാമ്യം എന്നതിലുപരി ലക്ഷക്കണക്കിന് വർഷങ്ങളായി കേരളത്തിലെ കർഷകരുടെ കൺമുന്നിൽ ആരുമറിയാതെ പരിണമിച്ചുണ്ടായ ഒരു പുതിയ ഇനം കങ്കാരു തന്നെയായിരുന്നു ആ രക്തദാഹി. ലോകത്തെ മൃഗശാസ്ത്ര മേഖലയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ പ്രളയം പോലെയായിരുന്നു ആ വാർത്ത പുറം ലോകം അറിഞ്ഞത്. കങ്കാരുക്കൾ ഉൾപ്പെടുന്ന മാർസൂപ്പിയൽ വിഭാഗത്തിലുള്ള ജീവികൾ ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമല്ലാതെ മറ്റൊരിടത്തും ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു ഇതുവരെയുള്ള എല്ലാ ശാസ്ത്ര നിഗമനങ്ങളും. മറ്റു സാധാരണ സസ്തനികൾ വന്നതോടെ ഇത്തരം ജീവികൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ കേരളത്തിലെ ഈർപ്പമുള്ള തീരദേശ മേഖലകളിൽ ആരുമറിയാതെ ഒരു വിഭാഗം ഇന്നും അതിജീവിച്ചു പോരുന്നുണ്ടെന്ന് ആ DNA ഫലങ്ങൾ ആവർത്തിച്ചുറപ്പിച്ചു. ഡിജോ തോമസും സംഘവും 2018 തങ്ങളുടെ ഈ വലിയ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിനു മുന്നിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. അവരതിന് മാക്രോപസ് കേരളൻസിസ് അഥവാ കേരളത്തിലെ മരക്കങ്കാരു എന്ന് പേരിട്ടെങ്കിലും നാട്ടുകാർക്കത് എന്നെന്നും ഭയം വിതയ്ക്കുന്ന രക്ത അത്തിക തന്നെയായിരുന്നു. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വായുവിലൂടെ പറന്നുയരാൻ സഹായിക്കുന്ന കരുത്തുറ്റ പിൻകാലുകളും മരക്കൊമ്പുകളിൽ മുറുക്കിപ്പിടിക്കാൻ ശേഷിയുള്ള വാലും ആ ജീവിയുടെ പ്രത്യേകതകളാണെന്ന് അവർ കണ്ടെത്തി. രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്ന ശീലമുള്ളതുകൊണ്ടാണ് ക്യാമറകളിൽ ഈ ജീവിയുടെ രൂപം വ്യക്തമായി പതിയാതിരുന്നതെന്ന് ആ പഠനങ്ങൾ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. മൃഗങ്ങളുടെ കഴുത്തിലെ ഞരമ്പ് തുളച്ച് അവ ചത്തുപോകുന്നതിന് മുൻപു തന്നെ ചോര കുടിക്കുന്ന ആ രീതി ഒരുതരം നൂതനമായ ഭക്ഷണക്രമമാണെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിച്ചു. വാമ്പയർ വവ്വാലുകളിൽ മാത്രം കണ്ടുവരുന്ന ഈ രീതി ഒരു കങ്കാരു വർഗത്തിൽപ്പെട്ട ജീവിയിൽ കാണുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു. ഈ ജീവിയുടെ താഴത്തെ വരിയിലെ കോമ്പല്ലുകൾ ഇരയുടെ കഴുത്തിൽ കൃത്യമായി തുളച്ചു കയറാനും ഇര ഒട്ടും കുതറാതെ തന്നെ രക്തം വലിച്ചെടുക്കാനും പാകത്തിലാണ് കാലക്രമേണ പരിണമിച്ചുണ്ടായിരിക്കുന്നത്. ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ജീവികളുടെ സഞ്ചാരത്തെക്കുറിച്ചുള്ള എല്ലാ പഴയ ധാരണകളെയും തിരുത്തിക്കുറിക്കുന്ന ഒരു വലിയ വിജയമായിരുന്നു ഈ കണ്ടെത്തൽ. എന്നാൽ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം 3 തലമുറകളായി തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന പേടി സ്വപ്നത്തിനുള്ള കൃത്യമായ മറുപടിയായിരുന്നു അത്. രക്ത അത്തിക എന്നത് വെറുമൊരു നാട്ടുകഥയല്ലെന്നു മറിച്ച് ശാസ്ത്രീയമായി നിലനിൽപ്പുള്ള ഒരു ജീവിയാണെന്നുമാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തെളിവുകൾ സഹിതം അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അസാധ്യമായ കാര്യങ്ങളെ തേടിപ്പോകാൻ ശാസ്ത്രം മടിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഈ നിഗൂഢത ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ അവശേഷിച്ചത്. ഇന്ത്യയും ഓസ്ട്രേലിയയും ആന്റാർട്ടിക്കയും ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്ന കാലത്ത് ഇവിടെയുണ്ടായിരുന്ന ജീവിവർഗത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്നു ഈ ജീവി. മറ്റു ഭൂഖണ്ഡങ്ങളിൽ സാധാരണ സസ്തനികളുടെ കടന്നുകയറ്റത്തിൽ ഇവയുടെ വർഗം നശിച്ചുപോയെങ്കിലും കേരളത്തിലെ പ്രത്യേക ഭൂപ്രകൃതി ഇവയ്ക്ക് സുരക്ഷിതമായ ഒരു താവളമൊരുക്കി. നമ്മുടെ ഇടതൂർന്ന തീരദേശ വനങ്ങളും പഴയ കാടുകളെ ഓർമ്മിപ്പിക്കുന്ന റബ്ബർ തോട്ടങ്ങളും കായലുകൾ നൽകുന്ന പ്രത്യേക താപനിലയും കാരണമാണ് ഇവ ഇവിടെ ഇത്രയും കാലം അതിജീവിച്ചു പോന്നത്. ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ തിരയാൻ ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ ഈ ജീവികൾ തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കൺമുന്നിൽ ജീവിച്ചിട്ടും ആർക്കും പിടികൊടുക്കാത്ത ഈ രക്തദാഹിയുടെ ചരിത്രം ഭൂമിയുടെ തന്നെ പഴയകാല ചരിത്രവുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്ന ഒന്നാണ്. വെറുമൊരു ഇരപിടിയൻ എന്നതിലുപരി ഭൂമിയിലെ വിസ്മയകരമായ അതിജീവനത്തിൻ്റെ ജീവിക്കുന്ന തെളിവായി ആ മരക്കങ്കാരുക്കൾ ഇന്നും
കേരളത്തിന്റെ ഉൾക്കാടുകളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ശാസ്ത്രം ഉത്തരം കണ്ടെത്തിയെങ്കിലും ആ നിഗൂഢതയുടെ ആഴം ഇന്നും പൂർണ്ണമായും അളക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഡിജോ തോമസിന്റെ ആ വലിയ കണ്ടെത്തലിനു ശേഷം പാവറട്ടി എന്ന ഗ്രാമം ഇന്നു പഴയതുപോലെയല്ല. ഓരോ വർഷവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരും സഞ്ചാരികളും ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ജോസഫ് മാത്യു അന്ന് ആ ജീവിയെ പിടിക്കാൻ ഉപയോഗിച്ച പഴയ കൂട് ഇന്ന് പാവറട്ടിയിലെ ക്ഷേത്രമുറ്റത്ത് ഒരു സ്മാരകം പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉത്സവകാലങ്ങളിൽ ആ കൊടിമരത്തിനടുത്ത് ഇരിക്കുന്ന കൂടിനു ചുറ്റും നാട്ടുകാർ പൂമാലകൾ ചാർത്തുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പണ്ടൊക്കെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന പുതിയ തലമുറയിലെ പിള്ളേർ ഇന്ന് അവരുടെ നാടിനെക്കുറിച്ച് വലിയ അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നാണ് ലോകത്തിനു മുൻപിൽ ഒരു പുതിയ ജീവിയെ കണ്ടെത്തിയതെന്ന് അവർ ഓരോരുത്തരും നെഞ്ചുവിരിച്ചു പറയുമ്പോൾ പണ്ട് അനുഭവിച്ച ആ വലിയ പേടിയെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നു. ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്ന ആ പഴയ കാലത്തുനിന്ന് അറിവിന്റെ പുതിയൊരു ലോകത്തേക്ക് പാവറട്ടി എന്ന ഈ ഗ്രാമം ഇന്ന് പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് മക്കളെ പേടിപ്പിക്കാൻ രക്ത അധിക വരുമെന്ന് പറഞ്ഞിരുന്ന അമ്മമ്മമാർ ഇന്ന് തങ്ങളുടെ കുട്ടികൾക്ക് ആ ജീവിയുടെ പരിണാമത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുകയാണ്. ശാസ്ത്രലോകം ആ ജീവിക്ക് മാക്രോപസ് കേരളൻസിസ് എന്ന് പേരിട്ടതോടെ കേരളത്തിലെ മണ്ണിൽ ഒരു കങ്കാരുണ്ടായിരുന്നു എന്നത് വെറുമൊരു കഥയല്ലെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അലമാരകളെ ഒരിക്കലും ഉത്തരം കിട്ടില്ലെന്ന് കരുതി മാറ്റിവെച്ച ആ പഴയ ഫയൽ ഇന്ന് വലിയൊരു കണ്ടെത്തലായി അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഡിജോ തോമസ് ഇന്നും തന്റെ ഗവേഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഈ രക്ത അധിക തന്നെയായിരുന്നു. എല്ലാ വർഷവും പാവറട്ടിയിലെ ഉത്സവത്തിന് അദ്ദേഹം ഒരു വിശിഷ്ട അതിഥിയായി എത്തുമ്പോൾ നാട്ടിലെ കാരണവന്മാർ പോലും മറുനാടൻ കങ്കാരുക്കളെക്കുറിച്ച് വളരെ ആവേശത്തോടെ സംസാരിക്കുന്നത് കാണാം. 2019 ചേർത്തലയിലെ ഒരു കർഷകന്റെ വീട്ടിൽ കോഴികളെ നഷ്ടപ്പെട്ടതായിരുന്നു ഈ ജീവിയെക്കുറിച്ചുള്ള അവസാനമായി വന്ന വാർത്ത. പക്ഷേ അപ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഈ ജീവിയെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെ കൂടൊരുക്കണമെന്നും കൃത്യമായ അറിവുണ്ടായിരുന്നു. വിശ്വാസങ്ങൾക്കും ശാസ്ത്രത്തിനുമിടയിലുള്ള ആ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ സത്യം തെളിഞ്ഞപ്പോൾ അത് വലിയൊരു മാറ്റത്തിനാണ് തുടക്കമിട്ടത്. പേടിപ്പെടുത്തുന്ന ഒരു പിശാച് എന്ന നിലയിൽ നിന്ന് നമ്മുടെ നാടിന്റെ ഒരു സ്വത്തായി ആ ജീവി ഇന്ന് മാറിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ കഥ തുടങ്ങാൻ കാരണമായ കൃഷ്ണൻ പത്മകുമാർ എന്ന ആ പാവം കർഷകൻ തന്റെ ആടാടുകളെ കൊന്നത് ഒരു ഭൂതമല്ലെന്ന് അറിയാൻ കാത്തുനിൽക്കാതെ 2015 ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ പറമ്പിലൂടെ തലമുറകളായി നടന്നിരുന്ന ആ അപൂർവ ജീവി പ്രകൃതിയുടെ ഒരു വിസ്മയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകൾ ഇന്നും ആ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. തന്റെ അച്ഛന്റെ ചിത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഡിജോ തോമസ് എഴുതിയ ആ ഗവേഷണ ലേഖനത്തിന്റെ ഒരു കോപ്പി അവൾ മനോഹരമായി ചട്ടക്കൂടിച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു വലിയ രഹസ്യം തേടിപ്പോകുന്നവർക്ക് മുന്നിൽ സത്യം എപ്പോഴെങ്കിലും വെളിപ്പെടുമെന്ന് ആ ചിത്രം അവിടെയിരുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൻപുറത്തെ മുത്തശ്ശിമാരുടെ കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വെറും കെട്ടുകഥകളല്ലെന്ന് ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രം കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ ഇന്നും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ ഏത് വലിയ നിഗൂഢതയുടെയും വാതിൽ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നത് ഉറപ്പാണ്. നമ്മുടെ ഉള്ളിലെ ഇരുണ്ട പേടികൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അത് വലിയൊരു തിരിച്ചറിവായി മാറുന്ന ഇത്തരം കഥകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ മിഡ്നൈറ്റ് ടെയിൽസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഓരോ ഐതിഹ്യത്തിനു പിന്നിലും പുറം ലോകമറിയാത്ത ഒരു വലിയ സത്യം എപ്പോഴും ഒളിഞ്ഞുകിടപ്പുണ്ടാകും. നിങ്ങളുടെ ഗ്രാമത്തിലോ പരിസരത്തോ ഇതുപോലെ ആളുകൾ ഇന്നും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഏതെങ്കിലും നിഗൂഢമായ കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായി പങ്കുവെക്കുക. നമുക്കൊരുമിച്ച് ആ രഹസ്യങ്ങളുടെ ചുരുളരിക്കാം.